വെറുതെ പറയല്ല ട്ടോ. ശരിക്കും ഇത് വായിലിട്ടാ അലിഞ്ഞിറങ്ങും. ഉണ്ടാക്കാനാണെങ്കിൽ വളരെ കുറച്ച് സമയവും അതുപോലെ തന്നെ കുറച്ച് ചേരുവകളും മാത്രമേ വേണ്ടുള്ളൂ. പഴുത്ത് കറുത്ത് തുടങ്ങിയ പഴം കൊണ്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പലഹാരമാണ്. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോളം പഴുത്ത് നല്ല കറുത്ത് തുടങ്ങിയിട്ടുള്ള പഴാട്ടോ. ഇത് കുറച്ച് ദിവസമായി ഇവിടെ കിടക്കണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് ആലോചിച്ചപ്പോഴാണ് ഇത് ഉണ്ടാക്കാന്ന് വിചാരിച്ചത്. ഇതുപോലെ കട്ട് ചെയ്ത് മിക്സറിൻ്റെ ചെറിയ ജാറിലിട്ട് നല്ല പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർത്തിട്ടില്ല. വെള്ളം ചേർക്കാതെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പിൽ വയ്ക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു നെയ്യിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പഴം മുഴുവനായിട്ടും തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതാ ഒരു നെയ്യിൽ നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ആ ഒരു പഴം നന്നായിട്ട് വെന്ത് വരണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തോളൂ. നല്ല അടികട്ടിയായിട്ടുള്ള പാത്രമൊക്കെ ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യൊക്കെ മതിയാകും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നെയ്യ് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ വളരെ കുറച്ച് നെയ്യ് ഉപയോഗിച്ചാണ് ഇത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നോക്കൂ, ഇപ്പോൾ പഴമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല പോലെ തന്നെ കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് പാകത്തിന് പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 125 ഗ്രാം ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 കപ്പ് മുഴുവനായിട്ടില്ല, കുറച്ച് കുറവായിട്ടുണ്ട്. 1/2 കിലോ പഴത്തിന് 125 ഗ്രാം ശർക്കര മാത്രമേ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. ഒരു മിതമായിട്ടുള്ള മധുരം മാത്രമേ കാണുള്ളൂ. നിങ്ങൾക്ക് മധുരം കൂടുതലായിട്ട് വേണമെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ശർക്കരയിൽ അഴുക്കുണ്ടെന്നുണ്ടെങ്കിൽ ശർക്കര പാനിയാക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇപ്പോൾ നോക്കൂ, ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേർന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്താൽ മതി. ഒരുപാട് ലോ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നല്ല അടി കട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ പറ്റിപ്പിടിക്കുന്നൊന്നും ഉണ്ടായില്ല. ഇതുപോലെ ഒരല്പം കട്ടിയായി വന്നതിന് ശേഷം വീണ്ടും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട്. ടോട്ടലായിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ഞാനിവിടെ ചേർത്തിട്ടുള്ളൂ. വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് പിടിയിട്ടില്ലേ? നമ്മൾ ഹൽവ ഉണ്ടാക്കാനാണ് പോകുന്നത്. അതും പഴം ഉപയോഗിച്ചുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഹൽവ. നോക്കൂ, ഇതിപ്പോൾ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല കട്ടിയായി വന്നതിന് ശേഷം ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ഇതാ ഒരു പഴത്തിൻ്റെ ആ ഒരു രുചി കൂടുതലായിട്ട് കിട്ടുമ്പോഴാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടമായിട്ട് തോന്നിയിരിക്കുന്നത്. ഒരു 5 മിനിറ്റും കൂടെ നല്ല പോലെ തന്നെ കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല സ്ട്രക്ചർ ഹോൾഡ് ചെയ്യുന്ന പാകത്തിലേക്ക് ആയി കിട്ടും. ഇതിൻ്റെ ടോട്ടൽ കുക്കിംഗ് ടൈം ഏകദേശം 15 മുതൽ 20 മിനിറ്റ് നേരമാണ്. ഇതുപോലെ നല്ല പോലെ സ്ട്രക്ചർ ഹോൾഡ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്കിത് നെയ്യ് തടവി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ നെയ്യ് തടവി വെച്ചിരുന്നു, അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ആ ഒരു പാത്രത്തിലേക്ക് ഇത് ഇട്ട് കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു സ്പൂണിൻ്റെ ബാക്കിൽ ഒരല്പം നെയ്യാക്കി ചെയ്യുകയാണെങ്കിൽ ഒട്ടും പറ്റിപ്പിടിക്കാതെ നല്ല പോലെ തന്നെ നമുക്കിത് ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഇത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് തന്നെ നല്ല പോലെ അതിൻ്റെ ചൂട് ആറി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ചൂട് നല്ല പോലെ ആറി വന്നതിന് ശേഷം നമുക്കിത് ഡീമോൾഡ് ചെയ്ത് കട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെച്ചും സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് സെറ്റായി കിട്ടിക്കോളും. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്ന കത്തിയിൽ ഒരല്പം നെയ്യാക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ പറ്റിപ്പിടിക്കാതെ നമുക്കിത് മുറിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന നമ്മളുടെ പഴം ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ടെക്സ്ചർ നോക്കൂ, നിങ്ങൾക്ക് ആ ഒരു മുറിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും എത്ര സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന്. ശരിക്കും വായിലിട്ട അലിഞ്ഞിറങ്ങുന്ന ആ ഒരു ടെക്സ്ചറാണ് ഇതിനുണ്ടാകുക. നമ്മളിതിൽ നട്ട്സൊന്നും ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നിങ്ങൾ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഞാനിതിൽ ഒരുപാട് നെയ്യൊന്നും ഉപയോഗിച്ചിട്ടില്ല. ട്രൈ ചെയ്ത ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.